ശ്രീ സുരേന്ദ്രൻ, യഥാർത്ഥത്തിൽ ഈ ശബരിമലയുടെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? ഇപ്പോൾ ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നാണ് ഇദ്ദേഹം സ്വരാജ് അഭിപ്രായപ്പെട്ടത്. ഞാനതിനോട് വിയോജിക്കുന്നില്ല. അന്വേഷണം നടക്കുകയാണ്. തീർച്ചയായിട്ടും ഹൈക്കോടതി തന്നെയാണ് SIT അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു നിരീക്ഷണം ഇതിനകത്തുണ്ട്. ഹൈക്കോടതിയുടെ റഡാറിന് കീഴിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നതും. അതുകൊണ്ട് നമുക്കിതിനകത്ത് അങ്ങനെ ഒരു സാങ്കല്പിക ചോദ്യത്തിന് പ്രസക്തിയില്ല എങ്കിൽ പോലും ഇപ്പോൾ വരുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കാരണം ഒരു ദേശീയ അന്വേഷണ ഏജൻസിയുടെ സാന്നിധ്യം വേണ്ടി വരുന്ന രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നുവെന്ന് വേണം കരുതാൻ. ഇപ്പം ചിലപ്പം പൊടിപ്പും തൊങ്ങലും വെച്ചൊക്കെ വാർത്തകൾ വരുന്നുണ്ടാവും. എന്നിരുന്നാലും ഈ ഡി മണിയെ പോലെയുള്ള കഥാപാത്രങ്ങൾ രംഗപ്രവേശം ചെയ്തതോടെ പുതിയ പുതിയ മാനങ്ങൾ ഇതിന് കൈവരുന്നു. എനിക്ക് ഒരു പരിചയവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുമ്പോൾ വ്യവസായി പറയുന്നു ഇവർ തമ്മിൽ നേരിട്ട് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ ഡെന്തിക്കൽ മണി തന്നെ ഒരു വലിയ കഥാപാത്രമായിട്ട് അവതരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബാലമുരുകൻ, പിന്നീട് ഇദ്ദേഹത്തിന് മറ്റുള്ളവരുടെ പേരിൽ 3 സിം കാർഡുകൾ, അങ്ങനെ കുറേ വാർത്തകൾ വന്ന് ശരിക്കും ഇതിനൊരു രാജ്യാന്തര മാനം വന്നു പോകുമോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മാധ്യമപ്രവർത്തകരും അല്ലാത്ത നിരീക്ഷകരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ശബരിമലയുടെ കാര്യത്തിൽ ഒരു CBI പോലെ ഒരു ഏജൻസിയുടെ സാങ്കത്യം താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, സുരേന്ദ്രൻ? SK ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇവിടെ ഇപ്പോൾ ഒരു നിരീക്ഷണം പൊതുവെ വന്നിരിക്കുന്നത്, സർക്കാരിൻ്റെ അനുകൂലിക്കുന്നവരെല്ലാവരും ഞങ്ങൾ വളരെ നിഷ്പക്ഷവും നീതിപൂർവവുമായിട്ട് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നടക്കും. ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ സാധ്യതയില്ല. എല്ലാ അഴിമതി നടത്തിയവരെയും കവർച്ച നടത്തിയവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും എന്നൊക്കെയുള്ള കാര്യങ്ങളുമാണ് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഈ അന്വേഷണം എങ്ങനെ വന്നതാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ അറിയാം സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥത എത്രമാത്രമാണെന്ന്. ഈ അന്വേഷണം എങ്ങനെയാണ് വന്നത്? ആദ്യം 40 വർഷത്തെ വാറണ്ടിയിൽ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയി സ്വർണം പൂശി വന്ന ആൾ 6 വർഷം കഴിയുമ്പോൾ അതിൽ വീണ്ടും മങ്ങലേറ്റു എന്ന് പറഞ്ഞ് അതേ പോറ്റിക്ക് തന്നെ സർക്കാർ ദേവസ്വം ബോർഡ് ഇത് കൊടുത്തയക്കുമ്പോഴാണ്. കൊടുത്തയച്ചിട്ടും ആരും അറിഞ്ഞില്ല. കൊടുത്തയച്ചതിന് ശേഷം സർക്കാരിൻ്റെ കമ്മീഷണർ, ശബരിമല ദേവസ്വം കമ്മീഷണർ, പത്തനംതിട്ട ജഡ്ജിയായിട്ടുള്ള അദ്ദേഹം അവിടെ വന്ന് നോക്കുകയാണ്. അപ്പോൾ ആ സാധനം കാണുന്നില്ല. അപ്പോഴാണ് ഇവർ പറയുന്നത് ഞങ്ങൾ പോറ്റിയെ തന്നെ ഇത് അവിടെ കൊണ്ടുപോയി പൂശാൻ കൊടുത്തിരിക്കുകയാണ്. കാരണം വാറണ്ടി കാർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അദ്ദേഹത്തിന് വാറണ്ടി കാർഡ് എങ്ങനെ കിട്ടിയെന്നൊക്കെയുള്ള വേറെ കാര്യം. അതായത് ഇത് അദ്ദേഹം കോടതിയെ കാര്യങ്ങൾ ഇത് ബോധിപ്പിച്ചത് കൊണ്ടാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യപ്പെട്ടത്. സർക്കാരിൻ്റെ ഇനിഷ്യേറ്റീവിലല്ല. നിയമസഭയിൽ എന്ത് ചർച്ച നടത്തി എന്നുള്ളത് വേറെ കാര്യം. സർക്കാരിന് ഇതെല്ലാം നേരത്തെ അറിയാമായിരുന്നു. കാരണം ഈ വസ്തുതകളെല്ലാം ദേവസ്വം വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. നേരത്തെ കണ്ടെത്തി ദേവസ്വം ബോർഡിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഈ പോറ്റിയെ സംബന്ധിച്ച്. അപ്പോൾ അതെല്ലാം അറിഞ്ഞിട്ടും സർക്കാർ ഒരു അന്വേഷണത്തിനും പോയിട്ടില്ല. സർക്കാർ അന്വേഷണത്തിന് നിർബന്ധിതമാവുകയായിരുന്നു. പിന്നെ നിഷ്പക്ഷമായ അന്വേഷണം എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ എല്ലാ പ്രതികളും കടകംപള്ളി സുരേന്ദ്രൻ്റെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് മൊഴികൾ നൽകിയിട്ടുണ്ട്. ആദ്യം മുതൽ എല്ലാ പ്രതികളും ശങ്കർദാസിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം മുതൽ എല്ലാ മൊഴികളും 2ാം തവണ ഇത് കൊടുത്തയക്കുന്നതിന് കാരണക്കാരനായിട്ടുള്ള പ്രശാന്തിൽ നിന്ന് വിവരങ്ങൾ തേടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സുപ്രധാന നേതാക്കൾ CPMൻ്റെ പത്മകുമാറും അതുപോലെ തന്നെ വാസുവും ജയിലിലായി. ഇന്നിപ്പോൾ പ്രമുഖനായിട്ടുള്ള മറ്റൊരു നേതാവ് കൂടി ജയിലിലായി. അപ്പോഴും കടകംപള്ളി സുരേന്ദ്രനിലേക്കും അതുപോലെ ശങ്കർദാസിലേക്കും, ശങ്കർദാസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഉന്നതനായിട്ടുള്ള ഒരു CPM ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ IPS ഉദ്യോഗസ്ഥൻ്റെ പിതാവാണ്. നേരത്തെയും ശബരിമല കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ള ആളാണ് പല കാര്യങ്ങളിലും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ഇത് ഒരു ക്ഷേത്രത്തിൽ മാത്രം നടന്നിട്ടുള്ള ഒരു കൊള്ളയല്ല. കേരളത്തിലെ പല ക്ഷേത്രങ്ങളും കൊള്ളയടിക്കാൻ എവിടെയോ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ശബരിമല ഇതെല്ലാം വന്നത്. 2 ഗൂഢാലോചനകൾ നടന്നിരുന്നു. ഒന്ന് ശബരിമലയിലെ വിശ്വാസം തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്ന കാര്യങ്ങൾ, ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ആ കാലത്താണ് അവിശ്വാസികളെ മല കയറ്റാനും അവിടെ നവോത്ഥാനം പുലർന്നു എന്ന് പ്രഖ്യാപിക്കാനും ശബരിമലയെ തകർക്കാനുമുള്ള ഗൂഢമായ നീക്കം നടത്തിയത്. അത് CPM തന്നെ സമ്മതിക്കുകയും തെറ്റ് തിരുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളത് മാറ്റുന്നുവെന്ന് തീരുമാനമെടുത്ത് വീട് സമ്പർക്കം നടത്തിയിട്ടുള്ളത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതേ കാലത്ത് തന്നെയാണ് നിങ്ങൾ നോക്കുന്നത്. എപ്പോഴാണ് സംഭവം ഉണ്ടാകുന്നത്? 17, 18, 19, 20 കാലത്താണ്. ആ കാലത്ത് ഒരേ സമയത്ത് തന്നെയാണ് ശബരിമലയിലെ സമരങ്ങൾ നടക്കുന്നത്. തൊട്ടടുത്ത 2 വർഷങ്ങളിൽ മഹാപ്രളയം ഉണ്ടായി കേരളത്തിൽ. ആൾക്കാർ അങ്ങോട്ട്, അയ്യപ്പ ഭക്തന്മാർ അധികം പോയില്ല. 20-ൽ കോവിഡ് വന്നു. ഈ 3-4 വർഷത്തിനിടയിലാണ് വലിയൊരു ഗൂഢാലോചന ശബരിമലയിലെ
സ്വർണവുമായി ബന്ധപ്പെട്ട് ഉന്നത കേന്ദ്രങ്ങൾ നടത്തിയെന്നുള്ള സംശയം ഹൈക്കോടതിക്കാണ് ഏറ്റവും കൂടുതൽ. CPM-കാരോ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല എന്ത് പറയുന്നു എന്നുള്ളതല്ല പ്രശ്നം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി 3 തവണയാണ് രൂക്ഷമായി വിമർശിച്ചത്. ഇന്നും കഴിഞ്ഞ ദിവസം ഈ അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കളുടെ കാര്യം പറഞ്ഞതുപോലെ ഇന്ന് എന്ത് കൃത്യമായിട്ടാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്? എവിടെ ശങ്കർദാസ്, എവിടെ നിങ്ങൾ മറ്റുള്ള ആളുകൾ എന്നല്ല പ്രധാനപ്പെട്ട വ്യക്തികളെ, ഉന്നത ബന്ധമുള്ള വ്യക്തികൾ എവിടെയെന്ന് പരസ്യമായിട്ട് ഹൈക്കോടതി ചോദിച്ചില്ലേ? പിന്നെ കേന്ദ്ര അന്വേഷണത്തിന്റെ ആവശ്യം വന്നാൽ ഞങ്ങൾ സഹായിക്കുന്നൊക്കെ പറയുന്നത് ഭക്തന്മാരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ശ്രീ സുരേന്ദ്രൻ, ഞാൻ ഒരു കാര്യം കൂടി താങ്കൾ ഓർമ്മിക്കുന്നു. താങ്കൾ ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേക നിയമനിർമ്മാണം വേണം, കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ വേണം എന്നൊക്കെ പലയിടങ്ങളിലായി ആവശ്യപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഈ ശബരിമലയിൽ നടന്നു എന്ന് പറയുന്ന ഈ സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോഴൊരു കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിശ്ചിതമായ ഇടപെടൽ വേണമെന്ന് താങ്കൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ CPM നിഷേധിച്ചാലും ഈ സ്വർണ്ണക്കൊള്ള ഉയർന്നു വന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊരു വലിയ പരിധിവരെ ഒരുപക്ഷെ സ്വരാജിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഞാനത് ചോദിക്കാൻ അദ്ദേഹത്തൊക്കെ വരികയും ചെയ്യാം. ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ നമുക്ക് കാണാനും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമുക്കിപ്പം എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ സുരേന്ദ്രൻ, താങ്കൾ ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? അത് ശബരിമലയുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിന് വേണം എന്നുള്ള രീതിയിലുള്ള വെളിപ്പെടുത്തലുകളിൽ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല SK. നമ്മുടെ രണ്ട് വിഷയം രണ്ടാണ്. അതായത് ഇതിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചാൽ വ്യക്തമായിട്ടും കേന്ദ്ര ഇടപെടൽ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിലെ സാമ്പത്തിക വിഷയങ്ങൾ മാത്രം പരിശോധിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റാന്നി കോടതിയിലും കൊല്ലം വിജിലൻസ് കോടതിയിലും 2 സ്ഥലത്തും അപേക്ഷ കൊടുത്തു. മറ്റുള്ള കേസുകളൊന്നും, ക്രിമിനൽ കേസുകളൊന്നും അന്വേഷിക്കുന്നില്ല, മോഷണമൊന്നും. ഇതിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് അന്തർദേശീയ തലത്തിലുള്ള ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വലിയ തോതിൽ സാമ്പത്തിക ഇടപാട് നടന്നിരിക്കുന്നു, മണി ലോണ്ടറിങ് നടന്നിരിക്കുന്നു എന്ന് EDക്ക് ബോധ്യമായപ്പോഴാണ് ED അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് 2 കോടതികളെ സമീപിച്ചത്. എന്തായിരുന്നു ആ കോടതികളിൽ സംസ്ഥാനത്തെ പ്രോസിക്യൂഷൻ എടുത്ത നിലപാട്? എത്ര മ്ലേച്ഛമായ നിലപാടാണ് കൊല്ലം കോടതിയിൽ അവർ പറഞ്ഞത്. ഒരു കാരണവശാലും ഇതിൻ്റെ FIR കൊടുക്കില്ല, ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഒന്നും തന്നെ നൽകില്ല എന്ന് പരസ്യമായ നിലപാടെടുത്താൽ സർക്കാരിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമല്ലേ? വളരെ വ്യക്തമാണ്. ഹൈക്കോടതി ചോദിക്കുന്നു, ഉന്നതന്മാരെവിടെ? എന്തുകൊണ്ടാണ് അവരിലേക്ക് അന്വേഷണം പോവാത്തത്? ഹൈക്കോടതി ഇത്രയും ചോദിക്കുമ്പോഴും ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പറയുന്നത് എനിക്ക് യാതൊരു അവിശ്വാസവും ഇല്ല എന്നാണ്. ഞാൻ ആ പക്ഷത്തോട് യോജിക്കുന്നില്ല. കാരണം വലിയ സമ്മർദ്ദങ്ങളുണ്ട്, IPS തലത്തിൽ വലിയ ഉന്നതന്മാരായിട്ടുള്ള ആളുകളുടെ ഇടപെടലുണ്ട്, രാഷ്ട്രീയമായ ഇടപെടലുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ, അതൊരു രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം എന്തെങ്കിലും ഒരു തെളിവ് കൈവശം ഉണ്ടായിട്ടാണോ താങ്കൾ അങ്ങനെ ആരോപണം നടത്തുന്നത്? അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേൽ പോലീസ് നിയന്ത്രണം അല്ലെങ്കിൽ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണമുണ്ട് എന്ന് താങ്കൾ പറയുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ അത് പറയുന്നത്? അല്ല, എന്താണ് SK? താങ്കൾ എന്ത് സാമാന്യ വിവേകമുള്ള ആർക്കും മനസ്സിലാവില്ല. ഹൈക്കോടതി എന്ത് അടിസ്ഥാനത്തിലാണ് ചോദിച്ചത്? ഞാൻ ജനങ്ങളുടെ പക്ഷത്താണ് ചോദിച്ചത്. ഹൈക്കോടതി എന്ത് അടിസ്ഥാനത്തിലാണ് ചോദിച്ചത്? ഞാൻ ചോദിക്കട്ടെ, കടകംപള്ളി സുരേന്ദ്രനെ ഒന്ന് ചോദ്യം ചെയ്യാൻ ഈ സർക്കാർ അന്വേഷണ സംഘം എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കുമ്പോഴാണല്ലോ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും, അവർ 2 പേരും പാർട്ടിക്കാരാണല്ലോ, പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യുന്നവരാണല്ലോ. പാർട്ടിയുടെ MLA ആയിരുന്ന ഒരാളും പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളും എല്ലാ ഘടകങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ള 2 പേർ ജയിലിൽ കിടക്കുമ്പോഴും എങ്ങനെയാണ് ഈ ചോദ്യം ഉന്നത ബന്ധം ഇല്ല എന്ന് പറയാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ ഇന്ന് വിളിച്ച് ചോദിക്കാൻ തയ്യാറാവാത്തത്? എങ്ങനെയാണ് 2ാം തവണയും ഈ ദ്വാരകപാലക ശില്പങ്ങൾ, ഈ വിവരങ്ങളെല്ലാം വിജിലൻസിന് അറിഞ്ഞിട്ടും 2ാം തവണയും ഇദ്ദേഹത്തിന് കയ്യിൽ തന്നെ കൊടുത്തയക്കുന്നത്? 40 വർഷത്തെ വാറണ്ടി കാർഡ് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്? ഇദ്ദേഹം ആരാണ്? ഇവിടെ ഇപ്പോൾ ആലുക്കാസ് ജ്വല്ലറിയെയോ ഭീമ ജ്വല്ലറിയെയോ അല്ലെങ്കിൽ മലബാർ ഗോൾഡിനെയോ ഒക്കെ ഏൽപ്പിച്ചാൽ പോലും ആരും പരാതി പറയില്ലായിരുന്നു. അവർക്കെല്ലാം ഇതിൽ പരിചയമുള്ള ആൾക്കാരാണ്. സ്വർണത്തിൻ്റെ എന്ത് വൈദഗ്ധ്യമാണ് ഇക്കാര്യത്തിൽ പോറ്റിക്കുള്ളത്? പോറ്റി എങ്ങനെയാണ് അവിടെ സ്വാധീനം ഉറപ്പിച്ചത്? പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ നടന്ന വിശദമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, അതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ എന്തുകൊണ്ട് അന്വേഷിക്കാൻ പാടില്ല തോന്നുന്നത്? അന്വേഷിക്കേണ്ടതല്ലേ? അപ്പോൾ അത് ഇതിനെന്തെങ്കിലും പ്രത്യേകിച്ച് തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ടോ? SITക്ക് ഈ കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്?
ഇത്രയും ദിവസം ഇന്ന് അറസ്റ്റ് ചെയ്ത ആളെ ഇത്രയും ദിവസം എന്തിനാണ് വൈകിയത്? ഹൈക്കോടതി ചോദിച്ചില്ലേ? ഹൈക്കോടതി മുഖത്തടിച്ചപ്പോഴല്ലേ ഇന്ന് അറസ്റ്റ് നടന്നത്? അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.